നമ്മൾ ചെറുപ്പം തൊട്ടേ പാർലേജി ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടല്ലേ, എന്നിട്ട് ഇപ്പോഴും അത് 10 രൂപയ്ക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ് അതിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്യാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇൻഫ്ലേഷന്റെ സമയത്ത് ഒട്ടുമിക്ക കമ്പനീസും അവരുടെ പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പ്രൈസ് കൂട്ടും. അങ്ങനെ ചെയ്യാത്ത കമ്പനീസും ഉണ്ട്. അപ്പോൾ പിന്നെ അവരെങ്ങനെ അവരുടെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും? ഇതിന് ഇവർ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് ആണ് ഷ്രിങ്ക്ഫ്ലേഷൻ ആൻഡ് സ്കിംഫ്ലേഷൻ. ഇത് രണ്ടും ഇക്കണോമിക് ടേംസ് ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി വരുന്ന സമയത്തും പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഒന്നാമത്തത് ഷ്രിങ്ക്ഫ്ലേഷൻ, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, വെയിറ്റ് അല്ലെങ്കിൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പാർലേജി ബിസ്ക്കറ്റ്സിൻ്റെ ആണെങ്കിലും സൈസ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ലേസ് പാക്കറ്റ്സിലൊക്കെ ആണെങ്കിലും ലേസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതിനെയാണ് ഈ ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസാണ് സ്കിംഫ്ലേഷൻ. ഇതിലാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റിക്കാണ് കോംപ്രമൈസ് വരുത്തുന്നത്. ഇത് പ്രോഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും പെർഫോമൻസിനെയും എക്സ്പീരിയൻസിനെയൊക്കെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ എയർലൈൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ നമ്പേഴ്സ് അവർ കുറച്ചു. അങ്ങനെ ലോങ്ങർ വെയിറ്റിംഗ് ടൈമായി. അപ്പോൾ അവിടെയുള്ള സർവീസിൻ്റെ ക്വാളിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. കോവിഡിന് ശേഷം പല ഹോട്ടൽസും ഹൗസ് കീപ്പിംഗ് സർവീസ് ഡെയിലി ഉള്ളത് നിർത്തി. നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും പല സ്ഥലത്തും സ്ട്രീമിങ്ങിൻ്റെ ക്വാളിറ്റി കുറച്ചു. അതുപോലെ തന്നെ ടെലികോം കമ്പനീസ് ആണെങ്കിലും ഹ്യൂമൻ കസ്റ്റമർ സപ്പോർട്ടിനെ ഓട്ടോമേറ്റഡ് സിസ്റ്റം വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെയൊക്കെ ക്വാളിറ്റിയാണ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൈസ് ഹൈക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സിനെ ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് നിർത്താം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.